ഹലോ, ഇന്നൊരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടെങ്കിലുണ്ടല്ലോ ചോറ് തീരുന്ന വഴിയേ അറിയില്ല. ഒരു കലം ചോറ് ഫുള്ളായിട്ട് നമുക്കിത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണേ. വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായി തയ്യാറാക്കിയ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മീഡിയം സൈസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അയാളുടെ കയ്യിൽ വലുതുണ്ടായിരുന്നു, വളരെ കുഞ്ഞിതുണ്ടായിരുന്നു. നമുക്ക് വളരെ കുഞ്ഞിത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മളൊരു മീഡിയം സൈസ് തന്നെ എടുത്തു. അതിൻ്റെ ആ ഒരു കളറ് കണ്ടില്ല, അത് ടൈഗർ പ്രോൺസിൻ്റെ വരകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രോൺസ് എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെയിനൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. വെയിൻ കളഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വയറുവേദന വരാറുണ്ട്, ചിലവർക്ക് വയറുവേദന വരാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അതിൻ്റെ താഴെ അടിഭാഗത്തുള്ള നാരും കളഞ്ഞു, മോൾ ഭാഗത്തുള്ള വെയിനും കളഞ്ഞു കേട്ടോ. അടുത്തത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു രസത്തിന് നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. അങ്ങനെ വേറെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെ സിമ്പിളായിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ കഴുകുന്ന നേരത്ത് വിനാഗിരിയിലിട്ടിട്ടാണ് കേട്ടോ കഴുകിയത്. കഴുകി ശേഷം വിനാഗിരിയിലിട്ട് 2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. മടിയുള്ള ദിവസങ്ങളിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. വളരെ കുറച്ച് മസാലപ്പൊടികളായ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്ര മാത്രം നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലിട്ടിട്ട് ഇതേപോലെ നമ്മൾ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ചെയ്യുകയാണേ. കുറച്ച് എരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മുളക് പൊടി അത്ര കളറില്ലാന്ന് തോന്നണ്ട കേട്ടോ. ഇതെന്താ വെച്ചാൽ നല്ല കളറുണ്ട്. ഇവിടുത്തെ ആച്ചി എന്ന് പറയുന്ന ഒരു ഇതിൻ്റെയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡറൊന്നും ഞാൻ യൂസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ മിക്സാക്കിയ മസാല ഞാനൊരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ 1 2 3 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിരുന്ന് എണ്ണാറുണ്ട് കേട്ടോ. ഇങ്ങനെ വെക്കണോ അങ്ങനെ വെക്കണോ എന്നൊക്കെ നോക്കിയിട്ട്. അപ്പം നമ്മൾ വരിവരിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. വരിവരിയായിട്ട് ആദ്യം വട്ടത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ പാൻ വെച്ചിട്ടില്ലേ ഫിഷൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ആദ്യം വട്ടത്തിൽ വെച്ചിട്ട് പിന്നെ നടുവ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കും. ചില സമയത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ഓരോരോ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്ത് ഗ്യാപ്പൊക്കെ കണ്ടെത്തി. പിന്നെ പ്രോൺസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചുരുങ്ങി ചെറുതാവും അത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വലുതും ഒരുപാട് ചെറുതും വാങ്ങാതിരുന്നത്. മീഡിയം വാങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് വലുത് വാങ്ങിച്ചു വെച്ചാൽ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെക്കാറ്. അത് അപ്പൂന് ഇഷ്ടമല്ല. അപ്പൂന് ഇങ്ങനെ തന്നെ കാണണം എന്ന് പറയാറുണ്ട്. അപ്പുക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ചെമ്മീൻ. അതെങ്ങനെ അവന് ഫ്രൈ ചെയ്ത് കൊടുത്താലും അവന് ഇഷ്ടമാണ്. ഞാൻ അത് കാരണം അധികം മസാലകൾ ചേർത്താറില്ല. കുട്ടികൾക്ക് അത്ര മസാല കൊടുക്കണ്ടെന്ന് വിചാരിച്ച് എരിവും കുറച്ച് തന്നെ ചേർത്താറുള്ളൂ. അവനിങ്ങനെ വട്ടത്തിൽ തന്നെ ഇരിക്കണം, അതാണ് ചെമ്മീൻ. അത് കാണുമ്പോൾ അവനൊരു സന്തോഷമാണ്. നിങ്ങൾക്കും ഇതുപോലെ ചെമ്മീൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് നന്നായി ചുരുങ്ങിയപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് സൈഡൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ്, റോസ്റ്റ് ഒന്നും അല്ല. നമ്മളിപ്രാവശ്യം ഫ്രൈയിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതേപോലെ തന്നെയാണോ, സിമ്പിളായിട്ടാണോ ഫ്രൈ ചെയ്തെടുക്കാറ്? അപ്പൂസിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഇത് കിട്ടാറില്ല. അവൻ തന്നെയാണ് മാക്സിമം കഴിക്കാറുള്ളത്. പക്ഷേ ഗ്യാപ്പ് ഇട്ടിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ അടുത്ത സൈഡ് ഞാൻ മറിച്ചിട്ടു കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അടുത്ത സൈഡ് മറിച്ചിട്ട ശേഷം ഒരു 2 മിനിറ്റൊക്കെ ഇങ്ങനെ ഇതുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടും കേട്ടോ. കാരണം സൈഡും എല്ലാവിടെയും ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു 2 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മൊരിയണ്ടെന്ന് വിചാരിച്ചു, എന്നാൽ അത് നന്നായിട്ട് ഫ്രൈ ആവും വേണം. അപ്പോൾ എല്ലാ സൈഡും മറിച്ച് ഇട്ട ശേഷം നമ്മുടെ ഐറ്റം, അതായത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നല്ല അടിപൊളി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്താൽ അടിപൊളിയായിരിക്കും കാണാൻ. പക്ഷേ ഇവിടെ ഇന്ന് കറിവേപ്പിലയും മല്ലിയിലയും ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ഒരു ഗാർണിഷ് ചെയ്തിട്ടില്ല. എന്നാലും അടിപൊളിയല്ലേ കാണാൻ, നല്ല ലുക്കായിട്ടില്ലേ? എനിക്കെന്തോ ഇതിൻ്റെ മണം അടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണേ. ഇനി നിങ്ങളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിലേക്കും കൂടി തരികയാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ നിങ്ങൾ ഇതേപോലെയാണോ നിങ്ങളവിടെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാറ്?
എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ കേട്ടോ. എന്തായാലും എല്ലാവരും ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരികയാണെ. എല്ലാവരും നമ്മൾക്ക് ഇപ്പോൾ തന്നിരുന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും മുന്നോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമേ. താങ്ക്